DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 30 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഇതുവരെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഏപ്രിൽ 1 മുതൽ, അതായത് നാളെ മുതൽ ഈ സൗകര്യം നിർത്തലാക്കും. ഇനി മുതൽ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ജനന തീയതി തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവയിലൊന്ന് നിർബന്ധമായും ഹാജരാക്കണം. കൂടാതെ പാൻ കാർഡിലെ പേരും ജനനത്തീയതിയും ആധാർ കാർഡിലെ വിവരങ്ങളുമായി 100% പൊരുത്തപ്പെടണം. പേരിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അപേക്ഷ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ബാങ്ക് ഇടപാടുകളിൽ പാൻ കാർഡ് നിർബന്ധമാക്കുന്ന രീതിയിൽ വലിയ മാറ്റവും വന്നിട്ടുണ്ട്. നിലവിൽ 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപിക്കുമ്പോഴാണ് പാൻ ആവശ്യമായിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ നടത്തുന്ന പണം നിക്ഷേപിക്കലോ പിൻവലിക്കലോ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആയാൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകണം. ചെറിയ തുകകളായി പലതവണ ഇടപാട് നടത്തി നികുതി വെട്ടിപ്പ് നടത്തുന്നത് തടയാനാണ് ഈ നീക്കം. അടുത്തറിയിപ്പ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാലിന്യ സംസ്കരണ നിയമങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. വീട്ടിലെ മാലിന്യമടക്കം ഇനി മുതൽ 4ആയി തരംതിരിച്ചു വേണം സംസ്കരിക്കാൻ. ഹരിത കർമ്മസേനയുടെ അടക്കം പ്രവർത്തനത്തിൽ ഇതനുസരിച്ചുള്ള മാറ്റം വരും. മാലിന്യ ശേഖരണവും സംസ്കരണവും നിരീക്ഷിക്കാൻ കേന്ദ്രീകൃത ഓൺലൈൻ പോർട്ടലും ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. ഒന്നാമത്തെ ഇനം ജൈവ മാലിന്യമാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി, പഴം തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുക. പ്ലാസ്റ്റിക്, മെറ്റൽ, ഗ്ലാസ്, റബ്ബർ എന്നിവ അടങ്ങിയ അജൈവ മാലിന്യമാണ് രണ്ടാമത്തേത്. ഉപയോഗിച്ച ഡൈപ്പറുകൾ, സാനിറ്ററി പാഡുകൾ തുടങ്ങിയവയാണ് മൂന്നാമത്തെ ഇനം. പ്രത്യേക ശ്രദ്ധ വേണ്ട മാലിന്യങ്ങളാണ് നാലാമത്തെ ഇനം. പെയിന്റ് ക്യാനുകൾ, ബൾബുകൾ, മരുന്നുകൾ, ബാറ്ററികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. പവന് ഒറ്റയടിക്ക് 600 രൂപയാണ് കുറഞ്ഞത്. 1,80,000 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 75 രൂപയാണ് കുറഞ്ഞത്. 13,500 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ അനിശ്ചിതത്വം സ്വർണ്ണവിലയെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അസംസ്കൃത എണ്ണവില കുറഞ്ഞപ്പോഴാണ് സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത്. അടുത്തറിയിപ്പ്, മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളത്തോടെ അവസാനിക്കുകയാണ്. ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുകാർ നാളേക്കുള്ളിൽ തന്നെ റേഷൻ വിഹിതം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഏപ്രിൽ 1 മുതൽ, അതായത് നാളെ മുതൽ സപ്ലൈകോ വഴി വിഷുക്കിറ്റ് വിതരണം ആരംഭിക്കുന്നതാണ്. APL BPL വ്യത്യാസമില്ലാതെ ഇത് ലഭിക്കുന്നതാണ്. 1,250 രൂപ വിലമതിക്കുന്ന 16 ഇനങ്ങളടങ്ങിയ കിറ്റാണ് 1000 രൂപയ്ക്ക് ലഭിക്കുന്നത്. കൂടാതെ 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ വിഷുക്കൈനീട്ടം റിവാർഡ് കൂപ്പണായും ലഭിക്കും. അടുത്തറിയിപ്പ്, കേരളത്തിൽ നാളെ മുതൽ 2 ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഇതിൽ ഉൾപ്പെടും. മാർച്ച് മാസത്തെ പെൻഷനായ 2,000 രൂപയും ഏപ്രിൽ മാസത്തെ പെൻഷനായ 2,000 രൂപയും ചേർത്താണ് 4,000 രൂപയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നത്. നേരത്തെ മാർച്ച് 25-ന് മാർച്ച് മാസത്തെ പെൻഷനായ 2,000 രൂപയുടെ വിതരണം ആരംഭിക്കുമെന്ന അറിയിപ്പുകൾ എത്തിയിരുന്നെങ്കിലും വിതരണം ഉണ്ടായില്ല. 2 ഗഡുക്കളും 31-ാം തീയതി മുതൽ വിതരണം ചെയ്യുമെന്നാണ് പിന്നീട് വന്ന അറിയിപ്പുകൾ. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് 5 ഗഡുക്കളായി 8,000 രൂപ വിതരണം ചെയ്യുന്നതിനായുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 പ്രവൃത്തി ദിനങ്ങൾക്കുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.